വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള കാർ എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ 3XO ആണ്. അപ്പോൾ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അപ്പോൾ ഇത് നമ്മുടെ തന്നെ നാടായ കോഴിക്കോടാണ്. ഇത്തവണ നാട്ടിൽ വെച്ചിട്ടാണ് റിവ്യൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഒരു കാറാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ജനറൽ നമ്മളൊരു ഡിസ്ക്ലെയിമർ പറയാറുണ്ട്, അതായത് കാറിൻ്റെ സ്പെക് ഡീറ്റെയിൽസ് പറയാറില്ല, കൂടുതലും ഡ്രൈവേഴ്സ് ഫീഡ്ബാക്ക് ആണെന്നുള്ളത്. അപ്പം ആദ്യമായിട്ടാണ് നമുക്ക് മഹീന്ദ്ര ഒരു വണ്ടി തരുന്നത്. അപ്പോൾ ഞാൻ മഹീന്ദ്രയായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രൈവേഴ്സ് ഫീഡ്ബാക്കുമാണ്. അതിനുശേഷം ഇതിനകത്തുള്ള ചില സ്പെഷ്യൽ ബിറ്റ്സ് ഉണ്ട്, അതായത് ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് മഹീന്ദ്രയുടെ 3XO AX7L എന്ന് പറയുന്ന വേരിയൻ്റാണ്, പെട്രോൾ വേരിയൻ്റാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അതായത് കൂടുതലും ഞാൻ ഓടിച്ചത് നല്ല ഡെഡ് സിറ്റി ട്രാഫിക്കിലാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഹൈവേയിലേക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആസ് യൂഷ്വൽ വണ്ടിയുടെ പുറത്ത് തുടങ്ങാം. 3XO ആക്ച്വലി പുറത്തിറങ്ങിയ ഒരു സമയത്ത്, അതായത് ലോഞ്ച് ചെയ്തൊരു സമയം തൊട്ടിട്ട് ഞാൻ ആക്ച്വലി നോക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു കളറിൽ ഇതിൻ്റെ ഒരു ലുക്ക് വന്നൊരു സമയത്ത് ഭയങ്കര ഭംഗി തോന്നുന്നുണ്ട്. അതായത് ഇൻ പേഴ്സൺ എനിക്ക് ഫോട്ടോയിൽ എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. കാരണം ക്യാമറയിൽ എടുത്ത സമയത്ത് എങ്ങനെ കാണുന്നോ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഈ ഒരു കളർ കാണാനുള്ളത്. അപ്പം ടു ബി ഓണസ്റ്റ് ഈ ഒരു കളർ എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഒരു 3XO വരുന്നൊരു സമയത്ത്. പിന്നെ അത് മാത്രമല്ല ആക്ച്വലി ഈ ഒരു കാർ എന്ന് പറയുന്ന ഒരു അറ്റൻഷൻ ഗ്രാബിങ് കാറാണ് മൊത്തത്തിലുള്ളൊരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ. അതായത് എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നു ഓ പുതിയ കാറാണല്ലോ. പുതിയ കാർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ബ്രാൻഡ് ന്യൂ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളാണ്. അത് മാത്രമല്ല പക്ഷേ ഇത് കൊണ്ടുവയ്ക്കുന്ന ഒരു സമയത്ത് ആൾക്കാർ പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാമെന്നാണ്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിന്നും ബാക്കിന്നും സൈഡിന്നും ഒരേ രീതിയിലുള്ള ഒരു ഡിസൈൻ മെത്തഡോളജിയാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഒരുപാട് ബോക്സി ആയിട്ടുള്ള ഡിസൈനല്ല, എന്നാൽ ഒരുപാട് ഷാർപ്പായിട്ടുള്ള ഡിസൈനും അല്ല, ഒരുപാട് കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനും അല്ല. കുറേ കൂടെ ഐ പ്ലീസിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഞാൻ ആദ്യത്തെ തവണ ഈ വണ്ടി കണ്ടൊരു സമയത്ത്, അതായത് DRL മാത്രം ഓൺ ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് നന്നാവുമോ എന്നുള്ളത്. ബട്ട് ഫൈനലി ഇതിപ്പം റോഡിലിറങ്ങിയ ഒരു സമയത്ത് ഈ DRLും ഇതിൻ്റെ ലൈറ്റും കൂടെ വരുന്ന ഒരു സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. ഒരു നല്ലൊരു കോമ്പാക്ട് SUV ലുക്ക് തന്നെയാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല ആ ബോണറ്റിൻ്റെ ഷേപ്പും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കർവിയല്ല, ഒരുപാട് ബോക്സി അല്ലാത്തൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറേ കൂടെ ഐ പ്ലീസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് ഒരു രക്ഷയില്ല. ബാക്കിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതായത് കംപ്ലീറ്റ്ലി ഫ്ലോയിങ് ലെഫ്റ്റ് ടു റൈറ്റ് ടെയിൽ ലൈറ്റൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. മൊത്തത്തിൽ എല്ലാ ഭാഗത്തുനിന്ന് നോക്കിയാലും ഒരു നല്ല ചുള്ളനായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ വണ്ടിയുടെ അകത്തുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഐവറി കളർ ഇൻറ്റീരിയർ ആണ് വരുന്നത്. ആൻഡ് പ്ലസ് ഒരു ലെതർ ടച്ചൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു പ്രീമിയംനെസ് ആണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് പിടിക്കുന്ന ഒരു സമയത്തായാലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കാം നല്ലൊരു നീറ്റ് ഫീൽ ഉണ്ട്, നല്ലൊരു പ്രീമിയം ഫീൽ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് ടച്ച് ലെതറും കൂടിയാണ്. അതായത് നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്ക് നോക്കിയാലോ ഡോർ ട്രിംസിലേക്ക് നോക്കിയാലൊക്കെ. പിന്നെ അത് മാത്രമല്ല കുറച്ചൊരു എലിമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അതായത് അവിടെ ആ കാണുന്ന ആ ഗ്ലോസി എലിമെൻറ്റ്സും കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെയുള്ള ആ ഒരു ഗ്ലോസി എലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഭയങ്കര ഒരു ഭംഗി തോന്നുന്നുണ്ട്. സ്വിച്ച് ഗിയർ ക്വാളിറ്റി എല്ലാം തന്നെ ഭയങ്കര നൈസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഗ്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണ്. പക്ഷേ എന്നെ പോലുള്ള ഒരാളാണ് എന്താ പറയുക തേച്ച് മിനിക്ക് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഗ്ലോസ് ഫിനിഷ് എന്ന് പറയുന്നത് എക്കാലവും നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കാര്യങ്ങളാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ടച്ച് സ്ക്രീൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ടച്ച് സ്ക്രീൻ ആവുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഇസ് ടച്ച് സ്ക്രീൻ കുറച്ചുകൂടി യൂസബിൾ ആണ്. മൾട്ടിപ്പിൾ ബട്ടൺസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ബട്ടൺസും വരുന്നത് നമുക്ക് ബട്ടൺ ആയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് കൂടുതലും റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. സോ ഐ റിയലി അപ്രിഷിയേറ്റ് ഇറ്റ് ഇൻ ദാറ്റ് വേ. പിന്നെ ഇവിടെ വരുന്നത് 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് ഓൾ സോർട്ടഡ്. ഇപ്പോൾ എല്ലാ ടെക്നോളജി ഇതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല മഹീന്ദ്രൻ്റെ ഹെഡ്രോക്സ് വരുന്നുണ്ട്. 80+ കണക്റ്റഡ് കാർ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ട്രാക്ക് യുവർ വെഹിക്കിൾ, ജിയോ ഫെൻസിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് നാവിഗേഷൻ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് സിം യൂസ് ചെയ്ത് ഇത് നാവിഗേറ്റ് ചെയ്തിട്ടാണ് ഈ കാർ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് ആമസോണിൻ്റെ അലക്സ വരുന്നുണ്ട്. അപ്പം അലക്സ കുട്ടിയെ വിളിക്കണമെങ്കിൽ അലക്സ കുട്ടിയെ വിളിക്കാം. ഞാൻ പേഴ്സണലി ഇതുപോലത്തെ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല അലക്സ. പക്ഷേ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് അലക്സ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മൊത്തത്തിൽ
മൊത്തത്തിലുള്ള ഇവിടുത്തെ ഒരു യൂസബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുത്ത് ഓടിക്കുന്ന ഒരു സമയത്ത് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം 5 പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 പേരുണ്ടായിരുന്നു വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇത് ഇതൊരു 5 സീറ്ററാണ്, പ്രോപ്പർ 5 സീറ്ററാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 3-point സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കുന്ന ഒരു സമയത്ത് മഹീന്ദ്ര ഇതൊരു കോമ്പാക്ട് SUV ആയിട്ടാണ് ഇറക്കിയെങ്കിലും ഇതൊരു പ്രോപ്പർ 5 സീറ്ററാണ്. താങ്ക്സ് ടു ദാറ്റ് 5 സീറ്റ് ബെൽറ്റ് ഇറക്കിയതിന്. അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഞാൻ ഓൾമോസ്റ്റ് ഈ കാർ എടുത്തത് എന്താ പറയുക വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് എല്ലാ സമയം ഇതിനകത്ത് ഫുള്ളി ലോഡഡ് ആയിട്ടാണ് ആൾക്കാരെയും കൊണ്ടുപോയത്. അപ്പം എന്താ പറയുക, എൻ്റെ കോ പാസഞ്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു സമയത്തൊക്കെ കോ പാസഞ്ചറും പറഞ്ഞത് ഇവിടെയുള്ള ആ ഒരു എയറിനെസ്, ആ ഒരു സ്പേഷ്യസ്നെസ് ഒക്കെ വളരെ നന്നായിട്ട് തോന്നി. ബീറ്റ് എന്താ പറയുക ഡ്രൈവേഴ്സ് വെല്ലായാലും അല്ലെങ്കിൽ കോ പാസഞ്ചറിനെ കാല് വയ്ക്കുന്ന സ്ഥലമായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അങ്ങനെ ഒരു ഇടുങ്ങി പിടിച്ച പോലത്തെ ഫീലോ ഒന്നും തന്നെ തോന്നുന്നില്ല. പിന്നെ ആ കൂടെ ഒരു അപ്ഡേറ്റ് എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പല വണ്ടികളും കയറിയിരിക്കുന്ന ഒരു സമയത്തുള്ള ഒരു ഫീലാണത്. അതായത് ആദ്യം കയറി നമ്മൾ വണ്ടി കയറി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളെ മൊബൈൽ എവിടെ വെക്കുന്നുള്ളത്. അപ്പോൾ കോ പാസഞ്ചറിന് ആക്ച്വലി ഇവിടെ മൊബൈൽ വയ്ക്കാം. അതായത് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വയ്ക്കാം, അതല്ലെങ്കിൽ അവിടെ ഡോർ ഹാൻഡിൽസിൽ വയ്ക്കാം. അപ്പോൾ പൊതുവേ ഡോർ ഹാൻഡിൽസിൽ വയ്ക്കാറില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ചാടുന്ന സമയത്ത് കുറച്ച് വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ്. അതർവൈസ് അവിടെ ഒരു സ്പേസിലാണ് വരാറുള്ളത്. അപ്പോൾ ആ ഒരു സ്പേസ് അവിടെ ഇല്ല മൊബൈൽ അവിടെ വയ്ക്കുന്ന സമയത്ത് മൊബൈൽ വയ്ക്കാനുള്ളത്. അതിന് പകരം അവിടെ ഒരു ബ്ലാക്ക് എസ്തെറ്റിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗ്ലോ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോ ബോക്സ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആയിട്ടാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു ചെറിയ സ്പേസാണ്, പക്ഷേ തുറന്നു നോക്കിയാൽ മനസ്സിലായത് കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സാണ്. സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാലും ഭയങ്കര നൈസാണ്. അതായത് പെർഫറേറ്റഡ് സീറ്റാണ് വരുന്നത് ഇതിനകത്ത്. വെന്റിലേറ്റഡ് സീറ്റില്ല, പെർഫറേറ്റഡ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക വേർക്കുന്ന പോലെയോ അങ്ങനെ ഒന്നും തന്നെ തോന്നില്ല. പിന്നെ വേർക്കുന്ന കാര്യം വരുന്നില്ല, AC ഉള്ളതാണ്, ഡുവൽ സോൺ AC ആണ് വരുന്നത്. ഈ ലെതർ സീറ്റ്സ് തന്നെ നമ്മൾ കുറച്ചുകൂടെ പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ലോങ്ങറായിട്ട് ഇരിക്കാനുള്ളൊരു ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഹെഡ് സ്പേസും നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കോ പാസഞ്ചറിന്, നമുക്കായാലും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ അപ്ഡേറ്റ് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ വണ്ടിക്കകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് തോന്നും ഈ ഒരു A-പില്ലറും ഈ ഒരു മിറർ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ബ്ലൈൻഡ് സ്പോട്ട് കൂടുതൽ ഉണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ക്യാമറയ്ക്കകത്ത് അത് തോന്നും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 20+ സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഇടുക എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മിറർ എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ യൂസ്ഫുള്ളും ആണ്. ആക്ച്വലി ഐ ലൈക്ക് ബിഗർ മിറേഴ്സ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് മിറർ ആക്ച്വലി വളരെ ഫംഗ്ഷനാണ്. അപ്പം സീറ്റ് ആക്ച്വലി ഒന്ന് നല്ലോണം പൊന്തിച്ചിട്ട് കഴിഞ്ഞാൽ 2 ഉപകാരമാണ്. ബോണറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഭയങ്കര ലോ ഫ്ലോർ ആയിട്ട് ഓടിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അത് ഒന്ന് നോട്ട് ചെയ്യുക, ആൾക്കാർ വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് നോട്ട് ചെയ്യുക. ഈ ഒരു A-പില്ലർ ഭയങ്കര ബ്ലോക്കിംഗ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ A-പില്ലർ, ഇതിന് മിറർ കുറച്ചുകൂടെ വൈഡറാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കമാൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫീലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, അതായത് ഈ ഒരു സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. ഞാൻ പറഞ്ഞ സോഫ്റ്റ് ലെതേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോക്സ് സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. ഭയങ്കര നൈസാണ് ഓടിക്കാൻ. പക്ഷേ ആ ഒരു നൈസ് ഫീൽ എന്ന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നും സ്റ്റിയറിംഗ്. പക്ഷേ ഓൺ ദ അതർ സൈഡ് വണ്ടി കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഫീൽ സ്ട്രോങ് എന്നുള്ള രീതിയിലാണ് ഓടുന്നത്. അതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോം ഫാക്ടറാണ്. വണ്ടി ആക്ച്വലി എൻ്റെ കയ്യിലേക്ക് തന്നത് വേറൊരാളാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് ചോദിച്ച സമയത്തും ഒരൊറ്റ ഒബ്സർവേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. അതായത് വണ്ടി പുറത്ത് കാണുമ്പോൾ കുറച്ച് വലിയൊരു വണ്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി വന്ന് വണ്ടിക്കകത്തിരുന്ന് ഓടിക്കുന്നൊരു സമയത്ത് വണ്ടി ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഈസിയാണ് ഓടിക്കാൻ. ആ കാണുന്ന അറ്റം, ബോണറ്റിൻ്റെ ആ ഒരറ്റം നമുക്ക് ഈ പറയുന്ന സീറ്റ് സെറ്റിങ്ങിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് നോക്കെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഡ്രൈവബിലിറ്റി എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. അതായത് ഈവൻ ഫോർ എ ബിഗിനർ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. അതായത് വലിയൊരു കാറാണ്, നമ്മൾ കോമ്പാക്ട് SUVസിലേക്കാണ് കയറുന്നത് എന്നുള്ളൊരു പേടിയൊന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ യു ടേൺ എടുക്കുന്ന ഒരു സമയത്ത് അതൊരു ടാസ്കേ അല്ല. അതായത് വളരെ ഈസി ആയിട്ട് യു ടേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് ലൈറ്ററാണ്, അത് ഹെൽപ്ഫുള്ളാണ് യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തിരിക്കാനൊക്കെ പറ്റും. പിന്നെ അത് മാത്രമല്ല ഇതിന് 23.7 ഡിഗ്രി അപ്രോച്ച് ആംഗിളാണ് വരുന്നത്, വിച്ച് ഈസ് ആക്ച്വലി ഈക്വലൻ ടു XUV 700. അപ്പോൾ സ്റ്റിയറിംഗ് ടേൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. ഒരു ചെറിയ സ്പേസ് കൂടെ ഇങ്ങനെ ഒരു എസ്കോവ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക്, അതായത് ഞാൻ ലോങ്ങർ ഡ്രൈവ് എസ്കോവ് അല്ല പറയുന്നത്, ഇപ്പം മൊത്തം വണ്ടികൾ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ സിഗ്സാഗായിട്ട് പോകണം എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ഒരു വണ്ടി ഭയങ്കര പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് എന്താ പറയുക 20 സ്റ്റേജ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട് ഒബ്വിയസ്ലി. ഇതെല്ലാം തന്നെ മെക്കാനിക്കലിയാണ് ചെയ്യുന്നത്, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസിലല്ല വരുന്നത്. വണ്ടിക്ക് അകത്തോട്ട് കയറുന്ന ഒരു സമയത്തും വണ്ടിക്കകത്ത് ഇറങ്ങുന്ന ഒരു സമയത്തും മുട്ടിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എൻ്റെ ഒരു കേസിൽ ഉണ്ടായിട്ടില്ല. ഓഫ് കോഴ്സ് ഇൻ ദറ്റ് കേസ് ഞാൻ പറയുന്നത് ഒരു ഹൈറ്റ് കൂടിയ ആളാണെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാനുള്ളൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ് ഈ ഒരു കാറിൽ.
പിന്നെ വേറൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിത് ഓൾമോസ്റ്റ് ഓടിച്ചൊരു സമയത്ത് 5 പേരെ വെച്ചാണ് ഓടിച്ചത്. അപ്പം ഇരുന്ന് ഓടിക്കുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിൽ ഒരു കംപ്ലയിൻസും ഇല്ല. ബാക്ക് സപ്പോർട്ടായാലും തൈ സപ്പോർട്ടായാലും നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ റെയർ സീറ്റിലേക്ക് വരുന്ന ഒരു സമയത്ത് അത്യാവശ്യം നല്ല ടോളറായിട്ടുള്ള ആൾ ഇരിക്കുന്ന ഒരു സമയത്ത് തല റൂഫിനോട് കുറച്ചുകൂടെ ചേർന്നിരിക്കുന്ന പോലെ തോന്നും. കയറി ഇരിക്കാനും ഇറങ്ങാനും പിന്നെ സീറ്റിൽ ഇരിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഐ ഹൈലി അപ്രിഷിയേറ്റ് 5 സീറ്റ് ബെൽറ്റ്സ് കൊടുത്തത്. അത് മാത്രമല്ല സീറ്റ് ബെൽറ്റിന് വാർണിംഗും ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾവേസ് വെയർ സീറ്റ് ബെൽറ്റ്. ബാക്കിലാണെങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഇടുക. ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് മാത്രം ഒരു ആക്സിഡൻറ്റിൻ്റെ സമയത്ത് രക്ഷപ്പെട്ടാൽ പോരല്ലോ, ബാക്കിയുള്ളവർ രക്ഷപ്പെടണം. അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഈ വണ്ടി വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ദ ബാക്ക്, എസ്പെഷ്യലി ക്യാബിലൊക്കെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. പിന്നെ ഒരു 364 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഇത്തവണ ഒരുപാട് ലഗേജ് ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു ലോങ് ഡ്രൈവ് ഒന്നും ആയിരുന്നില്ല. ഓൾമോസ്റ്റ് ഓൾ ദ ടൈം മീഡിയം റേഞ്ചിലുള്ള, അതായത് കോഴിക്കോട് മലപ്പുറം ആ ഒരു ഏരിയയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ബൂട്ട് സ്പേസിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. അതായത് ഒരു 4 പേർക്ക് ട്രിപ്പിന് പോകുന്നൊരു സമയത്ത് നിങ്ങൾക്ക് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതല്ല നിങ്ങൾ 2 പേരായിട്ടാണ് ട്രിപ്പിന് പോകുന്നുണ്ട്, പിന്നെ ഒരുപാട് ലഗേജ് ഉണ്ട് എന്നുള്ള സമയത്ത് നമുക്ക് 60-40 നമുക്ക് റെയർ സീറ്റ് ഫോൾ ബാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഒരുപാട് സ്പേസ് കിട്ടും ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ. പിന്നെ ലഗേജ് നമ്മൾ എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി ഇറക്കി വെക്കുന്ന രീതിയിലാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലഗേജ് ഒന്ന് ലോക്ക്ഡ് ആയിട്ടിരിക്കുക. നമ്മളത് നല്ല രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ ലഗേജ് അനങ്ങാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഒരു എന്താ പറയുക ഒരു ബൂട്ട് സ്പേസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കിയാണുള്ളത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യത്തിലേക്ക് വരും. അതായത് ഇതിൻ്റെ എഞ്ചിൻ. ഇതെന്ന് പറയുന്ന ഒരു പെട്രോൾ 1.2 TGDI എഞ്ചിനാണ്. ആക്ച്വലി ഞാൻ ഈ വണ്ടി ഏത് വേരിയൻ്റാന്ന് പോലും അറിയാതെയാണ് ഈ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഓടിക്കാൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്, എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അതായത് ഇത് ഏത് വേരിയൻ്റാന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം അതിമാരകമായ പവർ, അതിമാരകമായ ടോർക്ക്, അതായത് 230 Nm ടോർക്ക്, 120+ bhp ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അത് ഒരു 3 സിലിണ്ടറിന് വരുന്ന സമയത്ത് അതിമാരകമായ രീതിയിലാണ് പവർ ഡെലിവർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. അതായത് സിപ്പ്, സാപ്പ്, സൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് സെഡേറ്റഡ് ഫോമാണ്, അതായത് ഏറ്റവും ഈസിയർ ആയിട്ടുള്ള ത്രോട്ടൽ ഫീഡ്ബാക്ക് എന്ന് പറയാം. പിന്നെ സാപ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക സിറ്റിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവ് മോഡാണ്. പിന്നെ സൂം എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ മോഡാണ്. അപ്പോൾ ഞാൻ സാപ്പിനകത്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിപ്പ് സാപ്പ് സൂം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു XUV 700 ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതേപോലെയാണ് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. സാപ്പിനകത്ത് ഓടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അതായത് വണ്ടി നല്ല രീതിയിൽ തിളച്ച് നിൽക്കുന്ന ഒരു വണ്ടിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ ഒരു സംശയമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ 3 സിലിണ്ടേഴ്സ് ആർ ഫേമസ് ഫോർ നോയ്സി എഞ്ചിൻ. പക്ഷേ ആ ഒരു നോയ്സ് ഇതിനകത്തേക്ക് വരുന്നില്ല. പുറത്തുനിന്ന് കുറച്ച് ശബ്ദം ഉണ്ടെങ്കിലും നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഹൈവേയിലൊക്കെ പോകുന്നൊരു സമയത്ത് എനിക്ക് തോന്നിയ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 80 km ആണ്. ഞാൻ സാപ്പിലിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ സൂമിനകത്തേക്ക് ഇട്ടിട്ടില്ല. സൂമിനകത്ത് 1-2 തവണ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. സാപ്പിനകത്തിട്ട് ഓടിക്കുന്ന ഒരു സമയത്ത് തന്നെ ഹൈവേയിൽ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ലീഗൽ സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലീഗൽ സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. ഇപ്പം ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് 120 വരെയുള്ള ഓപ്പൺ ഹൈവേസ് കിട്ടും. പിന്നെ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 150 വരെയൊക്കെ ഈസി ആയിട്ട് പുട്ടുപോലെ ഈ വണ്ടി ഒരു പ്രശ്നമില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അപ്പം ഇവിടെ ഞാൻ ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഹൈവേ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ പണികൾ വിളിച്ചു വരുത്തുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് മോഡ് മാറ്റുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടല്ലോ സ്പീഡ് കയറുന്നുണ്ടല്ലോ. ഹൺഡ്രഡൊക്കെ എത്തുന്നത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ്. 120 എന്ന് പറയുന്നൊരു സ്പീഡേ അല്ല. അതാ ഞാൻ പറഞ്ഞത് ഒരു 150 നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് പുറത്ത് സ്റ്റേറ്റിലെ ഹൈവേയിലൊക്കെ 150 ഈസി ആയിട്ട് പുട്ട് പോലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. നിങ്ങളിപ്പം 60 to 80 ക്രൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഫൈൻ. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളിപ്പം വണ്ടി ഹൈവേയിൽ ഈ 60 to 80 ലോക്ക് ചെയ്ത് പിടിച്ച് ഓടിക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഈ നടുവിലെ ലൈൻ പിടിച്ച് ഓടിക്കുക. റൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഓവർടേക്കിങ്ങിന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഞാൻ കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഓടിക്കുന്ന ആളാണ്. അതായത് കാറിൻ്റെ എബിലിറ്റീസ് അറിഞ്ഞ് ഓടിക്കുന്ന ഒരാളാണ്. അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഞാൻ ആക്ച്വലി ഓവർടേക്ക് ചെയ്ത് പോകാം. അപ്പോൾ പല തവണയും കണ്ടിട്ടുണ്ട് അതായത് ആൾക്കാർ ആ ലൈൻ ബ്ലോക്ക് ചെയ്ത് ഓടിക്കുന്നത്. ഒരു സ്പീഡ് സ്റ്റിക്ക് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാരാണ് കാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓടിക്കുക. ബൈക്കാരൊക്കെ ആ ലൈനിൽ പോയിക്കോളും, കാറുകാരൊക്കെ അങ്ങനെ പോയിക്കോളും. എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമെന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ട്. ആ സ്വപ്നം സാഫല്യമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഈ കാറുമായിട്ടുള്ള ഒരു കാര്യമല്ല. എഗെയിൻ ഞാൻ പറഞ്ഞത് ഒരു ജനറൽ ടിപ്പാണ് ഹൈവേയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സമയത്ത്. പിന്നെ ഇതിന് വരുന്ന ഒരു ഓട്ടോമേറ്റഡ് ഗിയർ ബോക്സ് ആണ്. അതായത് 6 സ്പീഡാണ്. ടോർക്ക് കൺവേർട്ടർ ആണ്. ടോർക്ക് കൺവേർട്ടർ ആണെങ്കിൽ പോലും ആ ഒരു ലാഗോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പെട്രോൾ എഞ്ചിൻ്റെ ലാഗോ അങ്ങനത്തെ ഒരു കാര്യവും ഫീൽ ചെയ്യുന്നില്ല.
വണ്ടിയിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പുള്ളി ചെയ്യുന്ന പോലെ ഉണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, ഡെഡ് പെഡൽ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. വേറൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് മോഡിലേക്ക് ഇട്ടതിന് മുന്നേ തന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാർക്ക് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്. അതിൻ്റെ ഡ്രൈവിൻ്റെ മുകളിൽ ഒരു പ്ലസും മൈനസും ഉണ്ട്. അത് നമുക്ക് എന്താ പറയുക മാനുവലായിട്ട് ഓടിക്കേണ്ട ഒരു സമയത്ത്, അതായത് ഇങ്ങോട്ട് തട്ടിയതിന് ശേഷം മുന്നോട്ടേക്ക് തട്ടിയാൽ അതാ 5th ഗിയർ, കാല് കൊടുത്തൊരു 5th ഗിയർ, പിന്നെ ഒന്നും കൂടെ ബാക്കോട്ട് തട്ടിയാൽ 4th ഗിയർ, അങ്ങനെ മാനുവലായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മാനുവലായി ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഓട്ടോമാറ്റിക്കിലാണ് ഓടിക്കാറ്. നിങ്ങൾ സിറ്റിയിൽ ഓടിക്കുന്ന ആളാണെങ്കിൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സിറ്റിയിൽ ഓടിക്കുന്ന ആളാണെങ്കിൽ യു യൂസ് ഓട്ടോമാറ്റിക്. ഹൈവേയിൽ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ കുറച്ചുകൂടെ ഫണ്ണായിട്ട് ഫീൽ ചെയ്യും. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും പവർ ആ ഒരു തള്ളുന്നത് എന്താ പറയുക ഒരുപാട് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല. അതായത് പവർഫുൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രേക്കിൻ്റെ മുകളിൽ ചവിട്ടി ഇങ്ങനെ എന്താ പറയുക ഒരു ചാടി കുത്താൻ വരുന്ന ഒരു കാളനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു ഫീൽ തോന്നാറുണ്ട്. ഇതിനകത്ത് അങ്ങനെ തോന്നില്ല, കുറേ കൂടെ നാച്ചുറലാണ്. അതായത് കാറിനകത്തുള്ള ആൾക്കാരെ പിടിച്ച് ഇങ്ങനെ എന്താ പറയുക കുലുക്കുന്ന രീതിയിലുള്ള ഒരു പവർ ഡെലിവറി അല്ല. അപ്പോൾ ആ പവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഫോർ ദാറ്റ് മാറ്റർ കാല് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഭയങ്കര ലോഞ്ചാണ്, അതും പറയേണ്ടിയിരിക്കുന്നു. സൂമിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ജാപ്പിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് റിയലി ഫീൽ എ നീഡ് ഫോർ എ സൂം അൺലെസ് ഞാൻ കേരളത്തിന് പുറത്ത് പോകുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് ഞാനൊരു 120, 150 ഈസി ആയിട്ട് ഞാൻ ഓടിച്ചു പോകും. പവർ ഡെലിവറി ഭയങ്കര നൈസാണ്. ഇനിയിപ്പം നിങ്ങൾ സിറ്റിയിലാണ് ഓടിക്കുന്നതെന്നുണ്ട്, ഒരു ബിഗിനർ ആയിട്ടുള്ള ഡ്രൈവർ ആണെങ്കിൽ സിപ്പിനകത്തിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചിട്ടും എന്താ പറയുക ഇതൊരു കയ്യിൽ ഒതുങ്ങാത്ത കാറ്, ഭയങ്കര പവർഫുള്ളായിട്ട് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത കാറ്, അങ്ങനത്തെ ഒരു ഫീലും ഇല്ല. ഒരു ബിഗിനർ ആയിട്ടുള്ള ഡ്രൈവറിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതല്ലാതെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് പെർഫോമൻസ് മോഡിൽ ഓടിക്കുന്ന ആൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ ഓടിക്കുന്ന ഒരു സമയത്ത് സ്റ്റിയറിംഗ് എന്നുള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൈസാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എന്താ പറയുക ഇത്രയും വലിയൊരു വണ്ടി പാറ്റ പോലെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു ഫീൽ നമുക്ക് വരും. അതായത് സ്റ്റിയറിംഗ് അത്രയ്ക്കും കംഫർട്ടബിൾ ആണ്, സോഫ്റ്ററാണ്. പിന്നെ ഹൈവേയിൽ പോകുന്ന ഒരു സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. അതായത് നമ്മളെല്ലാം ഒരു സ്മൂത്തായിട്ട് ഒരൊറ്റ ഇതിലല്ല പോകുന്നത്, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിയർ ചെയ്യുക, അതായത് വണ്ടീനെ ലൈനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതാണ് ഒരു ഒബ്സർവേഷൻ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് ഉണ്ട്. മഹീന്ദ്രയാണ്, ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്ത് റോഡിൽ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും അറിയാവുന്നതാണ് മഹീന്ദ്രൻ്റെ ഹെഡ്ലൈറ്റ്സ് എത്രത്തോളം പവർഫുള്ളാണ്. അപ്പം ലോ ബീമിന് അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഹൈ ബീം ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ ഇലുമിനേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നവരെയുള്ള ആ ഒരു എന്താ പറയുക കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അതായത് ഒരു 10 സെക്കൻഡ് ഡാർക്ക് പാർക്കിങ്ങിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഒരു എഴുതപ്പെട്ട എല്ലാ കാർസിലും വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇൻറ്റീരിയർ വിസിബിലിറ്റി ആണെങ്കിൽ രാത്രി വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈറ്റ്സ് ഒക്കെയാണ് നമുക്ക് എല്ലായിടത്തും കാണാനൊക്കെ പറ്റുന്നുണ്ട്, അതിലൊന്നൊരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെളുത്ത ഇൻറ്റീരിയേഴ്സ് ആണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് വെളുത്ത ഇൻറ്റീരിയേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കാണാൻ പറ്റും. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റും നൈറ്റ് ആവുന്നൊരു സമയത്തും. അതായത് ആംബിയൻ ലൈറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, ബട്ട് നോർമൽ ഈ ലൈറ്റ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റി എല്ലായിടത്തും തരുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറയാനുള്ള 2 കാരണങ്ങളാണ്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് നല്ലൊരു സംഭവമാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അധികം ഹീറ്റ് ആവുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോയി വരുന്ന സമയത്ത് ചില വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പേഴ്സണലി ഒരു ബ്ലാക്ക് ലെതർ ഉള്ള ഒരു കാറ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കാറൊക്കെ വെയിലത്ത് ഇട്ടിട്ട് വരുന്നൊരു സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്തിരിക്കും. വണ്ടിക്കകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഓവൻ പോലെ ആയിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആൾക്കാർ തന്നെ വീർത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോകാം, പക്ഷേ വെയിലത്ത് ഇടരുത്, വണ്ടിയുടെ ഷൈനിങ് പോകും. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻ കേസ് നമുക്കിപ്പോൾ എവിടെയും പാർക്കിംഗ് കിട്ടിയില്ല, വെയിലത്ത് ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ കാറിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ കാറിൻ്റെ AC നല്ല പവർഫുള്ളുമാണ്. അപ്പോൾ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ചൂട് അധികം അബ്സോർബ് ചെയ്യുന്നില്ല. ചൂട് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ACക്ക് ബെറ്റർ ആയിട്ട് കൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡുവൽ സോൺ AC ആണ് വന്നിട്ടുള്ളത്. അപ്പുറത്തുള്ള ആൾക്ക് അവരുടേതായിട്ടുള്ള AC സെറ്റിങ്സിലേക്ക് ഇടാം, നമുക്ക് ഇപ്പുറത്തുള്ള ആൾക്കും നമ്മുടെ AC സെറ്റിങ്സും ഇടാം. അത് മാത്രമല്ല പുറകിൽ AC ഉണ്ട്. അപ്പം വണ്ടി പെട്ടെന്ന് ആക്ച്വലി കൂളാകുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത, അതായത് ഒരു കോമ്പാക്ട് SUV നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അതിനേക്കാളും ഫാസ്റ്റായിട്ട് കൂൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയേഴ്സാണ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. പിന്നെ കാറാകുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ വണ്ടി എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നോയ്സ് ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അതിലൊരു കംപ്ലയിൻസും ഇല്ല. അതായത് 80 പോലത്തെ സ്പീഡ് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയുന്നുണ്ടാവുമല്ലോ, അതായത് ഒട്ടും ശബ്ദമോ ഒന്നും തന്നെ ഇല്ല. അതല്ല ഒരു 120 ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ പുഷ് ചെയ്ത് ഹൈ സ്പീഡ് പോകുന്നൊരു സമയത്താണ് കുറച്ചും കൂടെ എന്താ പറയുക ഒരു സൗണ്ടൊക്കെ തോന്നുന്നത്. അതർവൈസ് വണ്ടിക്ക് നോയ്സ് ഇഷ്യൂസ് ഒന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു 150 ഒക്കെ ആ ഒരു പുഷ് ചെയ്യുന്ന ഒരു സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒരു ശബ്ദം ഫീൽ ചെയ്യുന്നത്. അതർവൈസ് വണ്ടി ഭയങ്കര
ക്വയറ്റ് ആയിട്ടാണ് വണ്ടി ഓടുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 3 സിലിണ്ടർ വണ്ടിയാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലുള്ള നോയ്സോ അതല്ലെങ്കിൽ എന്താ പറയുക റോഡ് നോയ്സ് ഉണ്ടല്ലോ, ടയർ റോഡിലോ അറിഞ്ഞിട്ടുണ്ടാകുന്ന റോഡ് നോയ്സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഓഡിയോ സിസ്റ്റത്തിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഓഡിയോ സിസ്റ്റമാണ്. അപ്പം ഇതിനകത്ത് മഹീന്ദ്ര തന്നെ പറയുന്നത് ഹർമൻ കാർഡിൻ്റെ ഓഡിയോ സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂസിക് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് വന്നൊരു സമയത്ത് ഞാൻ അധികം തവണ മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയില്ല. ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് കൂടുന്ന ഒരു സമയത്ത് അഡാപ്റ്റീവ് മ്യൂസിക് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഇതിനകത്ത് കണ്ടിട്ടില്ല. അതായത് ഒരേ ലെവലിൽ തന്നെയാണ് നമ്മളിപ്പോൾ സ്പീഡ് കൂടി ഓടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ വോളിയം കൂട്ടണം, വേറെ ആരും വന്ന് കൂട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫീഡ്ബാക്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലൈറ്റർ സ്റ്റിയറിംഗ് ആണ്. ഇത് ഞാൻ എത്ര തവണ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും ചെറിയ സ്റ്റിയറിംഗ് വെച്ച് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു സർപ്രൈസ് എലിമെൻറ്റ് എനിക്കിപ്പോഴും ഉണ്ട്. അപ്പം സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സസ്പെൻഷൻ ഇൻ ജനറൽ കുറച്ചൊരു സ്റ്റിഫർ ഫീഡ്ബാക്ക് ആണ്. എഗെയിൻ മഹീന്ദ്രൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയൊരു സമയത്ത് കാണാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്ഫേഴ്സൺ സ്ട്രട്ടിൻ്റെ ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ട്വിസ്റ്റ് ബീം സെമി ഇൻഡിപെൻഡൻറ്റ് റേസ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അപ്പം മൊത്തം ഫീഡ്ബാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 80 to 120 ഓടിക്കുന്ന സമയത്ത് ബോഡി റോളോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മാത്രമല്ല ബാക്കി പാസഞ്ചേഴ്സ്, അതായത് ഞങ്ങൾ 5 പേര് ഓടിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും കുലുക്കി ഓടിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. കാരണം ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റോഡ്സ് ഒക്കെ ഓടിക്കുന്ന സമയത്ത് ട്വിസ്റ്റീസ് ആണ്. അപ്പോൾ ഒരു തവണ ഒരിക്കലും ഛർദ്ദിക്കില്ല എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയെ കൊണ്ട് ഞാൻ എൻ്റെ കോർണറിങ് സ്കിൽസ് കൊണ്ട് ഞാൻ ഛർദ്ദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് പോകുന്നത്. ബോഡി റോളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഈവൻ ഫോർ ഹൈ സ്പീഡ്സ് ഒരു 120 വരെയൊക്കെ പോകുന്നൊരു സമയത്തും ഐ ഡിഡ്ന്റ് ഫെൽറ്റ് ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ. പിന്നെ അതിൻ്റെ മുകളിൽ പോയിട്ടും നിങ്ങൾ കോർണർ ചെയ്യരുത്, അത് അത്രത്തോളം സേഫ് അല്ല. അതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. കോർണറിങ് കോൺഫിഡൻസും സസ്പെൻഷൻ ഫീഡ്ബാക്ക് ഒക്കെ കുറേ കൂടെ എന്താ പറയുക കുറച്ചുകൂടെ ഹൈ സ്പീഡിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് സിറ്റിയിൽ വരുന്നൊരു സമയത്ത് ഒരു പ്രശ്നവുമില്ല യൂസ് ചെയ്യുന്ന ഒരു സമയത്ത്. അതായത് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് തരുന്ന രീതിയിലുള്ള സസ്പെൻഷനോ അങ്ങനെയൊന്നും അല്ല. പിന്നെ അത് മാത്രമല്ല സിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഞാനിപ്പോൾ ഇത്രയും ഓടിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയൊക്കെ കുഴി ചാടിയാലോ ഹമ്പിൽ കൂടെ പോകുന്നൊരു സമയത്തോ ഫുള്ളി ലോഡഡായി പോകുന്നൊരു സമയത്തോ വണ്ടി അടി തട്ടുന്ന ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഡൗട്ടും തോന്നിയില്ല. കാരണം എഗെയിൻ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ അടി തട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് പറയാം. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെൻറ്റ് തന്നെ വേണം പറയാൻ. കാരണം 4 ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, എല്ലാ വീൽസും ആണ്. അപ്പം ബ്രേക്കിംഗ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അപാരമാണ്, അതിലൊന്നും ഒരു സംശയമില്ല. അതായത് ഈ പറയുന്ന ഏത് സ്പീഡ്സ് ഹൈ സ്പീഡ്സ് പോയാലും ലോ സ്പീഡ്സിലാണെങ്കിൽ പോലും ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഗ്രാജുവലും ആണ്, പക്ഷേ നല്ല പവർഫുള്ളും ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എഗെയിൻ ഒരു ബിഗിനർ ഡ്രൈവറിന് പറ്റിയ രീതിയിലുള്ളൊരു ബ്രേക്കിംഗ് എന്ന് വേണം പറയാൻ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ് ഡ്രൈവിംഗ് അതിനും ഓക്കെയാണ്. അതായത് ഹൈ സ്പീഡ് പോയി പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്തും അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു സമയത്തും അതൊരു പ്രശ്നമല്ല. പിന്നെ അത് മാത്രമല്ല ഒരു ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. അതൊരു എഡാസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമാണ്. അതായത് ഇന്നലെ എനിക്കൊരു ചെറിയൊരു ക്ലോസ് കോൾ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ മുന്നിലുള്ള ഒരു കാറായിരുന്നു. ആ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അപ്പം ഞാൻ റീഡ് ചെയ്യുമായിരുന്നു. ഡെഫിനറ്റ്ലി ആ ഒരു സ്പീഡിൽ നിന്ന് വരുന്നൊരു സമയത്ത് ഞാനത് റീഡ് ചെയ്യും എന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. അവൻ്റെ ഡീസിലറേഷൻ ഈ കാറ് ആക്ച്വലി റീഡ് ചെയ്തു. അതിനുശേഷം എനിക്കൊരു വാർണിംഗ് ആദ്യം തന്നു. ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു വാർണിംഗ് തന്നു. അതിനുശേഷം ചെറുതായിട്ടൊരു ബ്രേക്ക് പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് എഡാസ് ഇസ് ഗെറ്റിംഗ് റിയലി ക്ലോസ് ടു വാട്ട് ആൻ എക്സ്പേർട്ട് ഡ്രൈവർ ഇസ് ഡൂയിങ്. ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണെന്നല്ല പറയുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ഡ്രൈവറിനെ സംബന്ധിച്ചോളം എഡാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വെൽക്കമിങ് ആയിട്ടുള്ള സംഭവമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രൂസീവാണ്. നമ്മൾ ഓടിക്കുന്നതിനിടയിൽ ഞാനത് കുറച്ച് നേരം തിരിച്ച് ഓടിക്കാം എന്ന് പറഞ്ഞ ഒരുത്തൻ വന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെയാണ് എഡാസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുവിധപ്പെട്ട എന്താ പറയുക ഹൈഫൈ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ എഡാസ് ഇഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. അപ്പം പക്ഷേ ഇത് കുറച്ചുകൂടെ ക്ലോസറായിട്ട് ഫീൽ ചെയ്തു. അതായത് ഞാനത് കാണുന്നതിന് മുന്നേ എനിക്ക് വാർണിംഗ് തന്നു. അതായത് അവൻ്റെ ഡീസലറേഷനാണ്. ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക ഒരു ഇലക്ട്രോണിക് ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു തൊട്ട് മുന്നേ ഒരു മൈക്രോ സെക്കൻഡ് മുന്നേ ഇവൻ എനിക്ക് അതിനൊരു വാർണിംഗ് അടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഹീ ഈസ് ഡൂയിങ് എ ഗുഡ് ജോബ്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ബ്രേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം പറയാൻ വിട്ടുപോയി. അതായത് ഇതിനകത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഇൻ ദ സെഗ്മെൻ്റ് ആണ്. ലിവറൊക്കെ പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എഗെയിൻ കൺവെൻഷനലായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി യൂസ്ഡ് ആവാൻ സമയം എടുക്കുമായിരിക്കും. ബട്ട് ഞാനിതിപ്പോൾ ഒരുവിധം യൂസ്ഡ് ആയി, കാരണം ഞാൻ പല കാറിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഹില്ലി ഏരിയാസിലൊക്കെ ഓട്ടോ ഹോൾഡായിട്ടും നമുക്ക് വണ്ടി നിർത്താൻ പറ്റും. വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതൊരു ചെറിയൊരു കയറ്റം ഏരിയയാണ്. ഞാനിതവിടെ ഓട്ടോ ഹോൾഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാലെടുത്തു. നത്തിങ് ഹാപ്പൻസ്. ഇങ്ങനെയാണ് ഓട്ടോ ഹോൾഡ് വർക്ക് ചെയ്യുന്നത്. ബ്രേക്ക് തൊട്ടാൽ തന്നെ അറിയാം അങ്ങനെ കല്ല് പോലെ ഇരിക്കും. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്.
പറഞ്ഞ പോലെ തന്നെ 4 ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ അലോയ്സും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പൊടിക്ക് എനിക്ക് തോന്നുന്നത് ഇതുപോലൊരു കാർ ഞാൻ വാങ്ങുവാണെങ്കിൽ ഒന്ന് ടയേഴ്സ് ഒന്ന് പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിമാരക ലുക്കായിരിക്കും. പക്ഷേ മോഡിഫിക്കേഷൻ ഇസ് ഇല്ലീഗൽ ഇൻ കേരള, യു നോ. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഐ കനോട്ട് റിയലി കോമെൻറ്റ് എനിത്തിങ് ഓൺ ദാറ്റ്. പിന്നെ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്രൂസ് കൺട്രോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ക്രൂസ് കൺട്രോൾ ഒക്കെ ഇടാൻ പെട്ടെന്ന് ഞാൻ പഠിച്ചു. ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കുക, അവിടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ സ്റ്റാൻഡ് ബൈ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതാ 60 കിലോമീറ്ററിലാണ്. അപ്പോൾ അതാ ഈ ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുക. 70 അതാ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് മുന്നിൽ വണ്ടി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വണ്ടി ബ്രേക്ക് ചെയ്യുന്നതാണ്. വണ്ടി ഷിഫ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ കാലുകൾ വളരെ ഫ്രീ ആണ്. അപ്പം ഈ ഒരു ഫീച്ചർ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ ലൈനിലൊന്ന് മാറിയതുകൊണ്ടാണ് ഇപ്പം അതിന് ബ്രേക്ക് ചെയ്യാഞ്ഞത്. അപ്പം ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ക്രൂസ് കൺട്രോൾ തന്നെയാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇത്ര നല്ല ഹൈവേ ആണ്, ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാം. 80 ഫ്രണ്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെന്ന് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത് വണ്ടി ശരിക്കും ആ വണ്ടി നിർത്താൻ പോവുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ആഞ്ഞു പിടിക്കും. അതർവൈസ് ഗ്രാജുവൽ ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ സ്വിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഹൈവേയിലൊക്കെ പോകുന്നൊരു സമയത്ത് ഞാൻ എപ്പോഴും വണ്ടി വാങ്ങുന്ന ആൾക്കാരോട് പറയുന്നതാണ്, ഓൾവേസ് ഗോ ഫോർ 6 എയർ ബാഗ് കാർസ്. കാരണം നിങ്ങളെ ബാക്കിലിരിക്കുന്നവരുടെ ജീവനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വണ്ടിക്കകത്തും അതുണ്ട്. ഈ AX7L എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഡ്രൈവറിന് ഒരു അഡീഷണൽ നീ എയർ ബാഗും കൂടെ വരുന്നുണ്ട്. അതാണ് ഈ 2 വേരിയൻറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ ഒരു ടേൺ വരുന്ന സമയത്ത് ആണല്ലോ ഭയങ്കര ഷാർപ്പായിട്ട് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. നേരത്തെ അവിടുന്ന് യൂ ടേൺ എടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെട്ടെന്ന് യൂ ടേണിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ എന്താ പറയുക, ഒരു അൺഡിവൈഡഡ് റോഡ് പോകുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കറക്ഷൻസ്, അതായത് ബാക്ക് ആൻഡ് ഫോർത്ത് കറക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ യൂ ടേൺ എടുക്കാവുന്നേ ഉള്ളൂ. അതായത് വളരെ പെട്ടെന്നായിട്ടും ഷാർപ്പായിട്ടും ടേൺ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ടയർ ഗ്രിപ്പും ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പം വെറ്റ് ഗ്രിപ്പ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ല, കാരണം സമ്മർ സീസണാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ടയർ ഗ്രിപ്പും എനിക്ക് ഈക്വലി നന്നായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് മാത്രം നന്നായി കാര്യമില്ല, ടയർ ഗ്രിപ്പും നന്നായിരിക്കണം. പിന്നെ TPMS വരുന്നുണ്ട്. എഗെയിൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഫീച്ചറാണ് ഈ TPMS എന്ന് പറയുന്നത്. ഒരുപാട് പേര് വണ്ടി വാങ്ങിയതിന് ശേഷം പിന്നെ കാറ്റടിക്കുക എന്നുള്ള പരിപാടിയില്ല, പെട്രോൾ അടിച്ച് മാത്രം വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു once in 2 weeks അല്ലെങ്കിൽ once in a month അറ്റ്ലീസ്റ്റ് ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ വരും TPMS-ലുണ്ട്. TPMS എന്ന് വെച്ചാൽ ടയർ പ്രഷർ മാനേജ്മെൻറ്റ് സിസ്റ്റം. 4 ടയറിന് എത്രയാ പ്രഷർ, അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ശരിക്കും ഡ്രൈവ് ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് മനസ്സിലാവും വണ്ടീൻ്റെ ടയർ നല്ലോണം ഹീറ്റ് ആവുന്നുണ്ടെന്ന് ഇതിനകത്ത് ഡയലിൽ കാണിക്കുന്നതാണ്. ഇതിനകത്ത് എഡാസ് വന്നിട്ടുണ്ട്. എഡാസ് ലെവൽ 2 ആണ് വരുന്നത്. ഇതും അഗൈൻ ഫസ്റ്റ് ഇൻ ദ സെഗ്മെൻ്റ് ആണ്. അപ്പം എഡാസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നൊരു ടെക്നോളജിയാണ്. ഒരു പുതിയൊരു ഡ്രൈവറിനെ സംബന്ധിച്ചോളം എഡാസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് കയറി വരുന്നത്. ഒരു പുതിയൊരു ഡ്രൈവറിനെ എഡാസ് ഹെൽപ്പ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് പുതിയൊരു ഡ്രൈവർ എന്ന് പറയാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ടൈമാണ്. അതായത് ഞാനൊക്കെ ഇപ്പോൾ കുറേ കാലമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. അതിപ്പം ബോസ്റ്റ് ചെയ്ത് പറയല്ല, എങ്ങനെ എത്രയൊക്കെ പെർഫെക്റ്റ് ഡ്രൈവറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പിടിച്ചാൽ കിട്ടില്ല, ചിലപ്പോൾ തട്ടും. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. അപ്പം ഇതാ കണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കുറേ സാധനങ്ങൾ, ഇതെല്ലാം എവറിത്തിങ് ഇസ് ഹാസാർഡ് ഓൺ ഇന്ത്യൻ റോഡ്. ചിലപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എഡാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു അഡ്വാൻസ് റൈഡറിൻ്റെ മേലെ നിൽക്കുന്ന ഒരു സിസ്റ്റം ആയിട്ട് വരുന്ന ഒരു കാലത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാ ഡ്രൈവേഴ്സിനും. പാസ് ഓഫ് നൗ ഞാൻ പറയുന്നത് ബിഗിനർ ഡ്രൈവേഴ്സിനാണ് കുറച്ചും കൂടെ നല്ലത്. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻ്റർവെൻഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇതിൻ്റെ ഹെൽപ്പ് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുന്നിലുള്ള വണ്ടി ആ ബ്രേക്കിൽ ജാം ചെയ്തൊരു സമയത്ത് വണ്ടി ആക്ച്വലി അറിഞ്ഞ് എനിക്കൊരു ഇൻഡിമേഷൻ തന്നു. അപ്പോൾ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നൊരു സമയത്താണ് ഇതുപോലുള്ള ബാരിക്കേഡ്സ് ഒക്കെ ചാടി കയറി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആണ് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം. ആക്ച്വലി നമുക്ക് ഇൻഡിമേഷൻ എന്തെങ്കിലും അവൻ ബ്രേക്കിങ്ങും തുടങ്ങും. അപ്പം അതിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ലെവൽ അഡാസിൻ്റെ ഒരു പ്രിസിഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് 360 ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടെ ക്യാമറ കാണുന്നുണ്ട്. പിന്നെ ഈ ക്യാമറ ബട്ടൺ അമർത്തി നമുക്ക് 360 ക്യാമറ കാണാൻ പറ്റും. ഒരു ഒബ്സർവേഷൻ എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഭയങ്കര ക്വാളിറ്റിയാണ്. അതായത് വളരെ നല്ല ക്യാമറയാണ് ഇതിനകത്ത് യൂസ് ചെയ്തതെന്ന് എനിക്ക് ഫീൽ ഉണ്ട്. അതായത് ഡാർക്ക് ആയാലും, അതായത് നൈറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇതിൻ്റെ ക്യാമറ ഓൺ ആവുന്ന ഒരു സമയത്ത്, റിവേഴ്സ് ഇടുന്ന സമയത്തോ ക്യാമറ ഓൺ ആവുന്ന സമയത്തും അതിമാരകമായിട്ടുള്ള ഒരു ക്ലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടെ പമ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, കളേഴ്സൊക്കെ ഒന്നും കൂടെ പമ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മിസ് ഔട്ട് ആവാനുള്ളൊരു സാധ്യതയില്ല. ജസ്റ്റ് ദാറ്റ് വണ്ടി അത്രത്തോളം ഡസ്റ്റി ആവാതെ നോക്കിയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒബ്വിയസ്ലി മിറേഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്.
അതുകൊണ്ട് തന്നെ റിവേഴ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നോബ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് അടിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫോം ഫാക്ടർ കുറച്ച് വലിയ വണ്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീൽ ബേസ് അത്രത്തോളം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ചെറിയ ടൈറ്റ് സ്പേസിൽ നിന്നൊക്കെ ഞാൻ റിവേഴ്സ് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈറ്റ് സ്പേസസ് കൂടെ ഞാൻ ഓടിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എഡാസിൻ്റെ വാർണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മുടെ എഡാസ് ബാബു നമ്പൂതിരി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം മുതലാളി ഇടിച്ച് പൊളിഞ്ഞ് മുതലാളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പറയുക സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ഒട്ടുമുക്കാൽ സമയം ഓടിച്ചത്. പക്ഷേ അവൻ അവിടെ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എത്രത്തോളം ഓക്കെ ഓൾമോസ്റ്റ് ഇടിക്കാനായി. അവൻ ഇടിച്ചു എന്ന് പറഞ്ഞാൽ അവൻ കയറ്റി വെച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയാം. അവൻ നല്ല രീതിയിൽ മുതലാളി എന്ന് വിളിച്ച് കരയുന്നുണ്ട്. അതൊരു ന്യൂ ഡ്രൈവറിനെ സംബന്ധിച്ചോളം നല്ലതാണ്. പക്ഷേ ഒരു അഡ്വാൻസ് ഡ്രൈവറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കും ഇതിനകത്ത് എവിടെയാണെന്ന്. കാരണം നമ്മളെ ശ്രദ്ധ ആക്ച്വലി പുറത്ത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഏത് സൈഡിലാണെന്നുള്ളത്. അപ്പം ആരും ഇല്ലാത്തൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതായത് നമുക്കിപ്പം പുറത്തിറങ്ങി പറയാൻ പറ്റുന്നില്ല ആ എഡ്ജ് തട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ബാക്ക് എഡ്ജ് ഇവിടെ തട്ടുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഈ 360 ക്യാമറയും ഏഡാസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ അത് കുറച്ചുകൂടെ എന്താ പറയുക ഒരു വോളിയം കൂടുതലാണ്. സ്റ്റാൻഡേർഡ് വോളിയം നമ്മളൊന്ന് കുറച്ച് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര തലവേദന പോലെ ഫീൽ ചെയ്യും. അതായത് എല്ലാ സമയത്തും മുതലാളി ഐ എം നോട്ട് ജോക്കിങ്. സംഭവം നല്ലതാണ്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് എവിടെയും വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ എഗെയിൻ വേറെ മഹീന്ദ്രൻ്റെ വെബ്സൈറ്റിൽ നോക്കിയൊരു സംഭവമാണ്. അതായത് ഇതിനകത്ത് സ്മാർട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. അതായത് എഗെയിൻ ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. അതായത് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് വേണോ അതോ ഭയങ്കര ലൈറ്ററായിട്ട് വേണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ലൈറ്ററായിട്ടാണ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് ലൈറ്ററായിട്ടാണ് വരുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതായത് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് തന്നെ നമുക്ക് മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ സോൺ എ സിയാണ് വരുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ കാറിൻ്റെ റിവ്യൂവിൽ പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു. അതായത് സൺറൂഫ് വരുന്ന കാറുകൾക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഹീറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അത് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്തൊരു ഫുൾ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഭയങ്കര നൈസാണ്. അതായത് എന്താ പറയുക നല്ലൊരു എയറി ഫീൽ തരും. പിന്നെ ഓഫ്കോഴ്സ് ഒരു വൈറ്റ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ തരും. അപ്പം എഗെയിൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സൺറൂഫ് ഇസ് ജസ്റ്റ് എ സൺറൂഫ്. കൈയും തലയും പുറത്തിടാനുള്ള ഒരു റൂഫല്ല. അപ്പം അത് നല്ലതുപോലെ നോക്കി യൂസ് ചെയ്യുക. പിന്നെ ഇതിന് ഒത്തിരി മോഡൽസ് വരുന്നുണ്ട്. അതായത് MX എന്ന് പറയുന്ന മോഡൽസ് വരുന്നുണ്ട്, AX എന്ന് പറയുന്ന മോഡൽസ് ഉണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 9.7 lakh കൊച്ചി ഓൺ റോഡ് കോസ്റ്റ് ഞാൻ പറയുന്നത് 9.7 lakh to 17.8 lakh വരെയുള്ള പ്രൈസ് പോയിന്റിലാണ് വരുന്നത്. പിന്നെ ഇതിന് പെട്രോൾ വേരിയൻസ് ഉണ്ട്, ഡീസൽ വേരിയൻസ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് സിറ്റിക്കകത്ത് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ ദ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. അതല്ല എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദ മാനുവൽ വേരിയൻറ്റ്. അതായത് ഹൈവേയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ട് തോന്നുന്നത് നമുക്ക് മാനുവൽ ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ 9.7 to 17.8 ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സിനാണ് വ്യത്യാസം വരുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും പറയുന്നത് ഓൾവേസ് ഗോ ഫോർ ദ 6 എയർ ബാഗ് സിസ്റ്റംസ്. പിന്നെ നിങ്ങൾ ഇഫ് യു കൺസിഡർ എന്താ പറയുക അധികം കാലമായിട്ടില്ല ഓടിച്ചു തുടങ്ങിയിട്ട് റിഫ്ലെക്സ് ടൈംസ് കുറച്ച് കുറവാണ്, ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ADAS 2 ഉണ്ട്. അങ്ങനത്തെ കാർ നോക്കി വാങ്ങുക. ഇപ്പം നിങ്ങൾ സെയിൽസ്മാൻ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് എന്താ നോക്കിയിട്ട് ഏത് വേരിയൻറ്റിലാണ് നിങ്ങൾ എത്തുക. സേഫ്റ്റി എപ്പോഴും മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഒരു കാർ എപ്പോഴും ചൂസ് ചെയ്യാൻ. അത് പറയുമ്പോൾ പറയാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്, ഡ്രൈവർ ഡ്രൗസിനെസ് അലേർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഡ്രൈവർ ഡ്രൗസി ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇട്ട് ഓടിക്കുന്ന ഒരു സമയത്തൊക്കെ ഡ്രൈവറിന് ഇൻറ്റിമേഷൻ കൊടുക്കും. അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അത് മാത്രമല്ല സേഫ്റ്റി റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. BNCAP ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ്റനൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് ഒബ്വിയസ്ലി 2000 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ 10,000 കിലോമീറ്റേഴ്സിലാണ് വരുന്നത്. അപ്പം നെറ്റിൽ നോക്കിയൊരു സമയത്ത് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ജനറൽ ഒരു 2,500 rupees ഓൺവേർഡ്സ് ആണ് സർവീസ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഗോസ് ടു 3,000 or 4,000. പിന്നെ മൈലേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 18 കിലോമീറ്റർ to 21 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ കിട്ടുന്നതെന്നാണ് കേൾക്കുന്നത് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 17-ish ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക ഹൈവേ എത്തുന്ന സമയത്ത് ഒന്ന് പുഷ് ചെയ്ത് ഓടിക്കുന്നതുകൊണ്ടും ആയിരിക്കാം. ഇതുപോലെയല്ല ഞാൻ ഹൈവേയിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല പൊളിച്ചാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സിറ്റിയിൽ ഒരുപാട് സ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് മൈലേജ് ഡ്രോപ്പ് മാനേജബിൾ ആണ്. 17 എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാത്തൊരു ഫിഗർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം ഇത് ആർക്ക് സെറ്റാവുന്ന ഒരു കാറാന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ന്യൂ ഡ്രൈവറാണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഈ കാറിന് മാറ്റി നിർത്താനുള്ളൊരു കാരണം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. പക്ഷേ നിങ്ങൾ അതിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അയ്യോ ഇതുപോലൊരു കാർ ഓടിച്ചിരുന്നെങ്കിൽ എന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ചെറിയൊരു കാർ നോക്കി വരുന്ന ഒരാൾക്കാർ മേജർലി കോമ്പാക്ട് SUVസിലേക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം കൊണ്ടാണ്. അപ്പം ഇതിനകത്ത് വന്നാൽ പേടിപ്പിക്കുന്ന ഒരു കാര്യങ്ങളുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ADAS 2 ഉണ്ട്, 4 ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്.
അപ്പോൾ ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റി ഒരു പ്രശ്നമല്ല, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു മാസം ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ. ഓടിച്ചിട്ടും ശരിയാവാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ കാറിൽ കയറിയ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു മാനുവലും വായിക്കാതെയാണ് കാർ ഓടിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്താ പറയുക, ഒരു യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇതിനകത്ത് ഓട്ടോ സ്റ്റോപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ അത് നോക്കിയപ്പോഴാണ് കണ്ടത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓട്ടോമാറ്റിക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ ചെന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വണ്ടി ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആക്യുറസി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അനാവശ്യമായിട്ട് അത് ടേൺ ഓഫ് ആവുന്നില്ല. എന്ന് വെച്ച് ടേൺ ഓൺ ആയി വരുന്ന സമയത്ത് ഭയങ്കര ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പം ന്യൂ ഡ്രൈവേഴ്സിന് ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാറാണ്. ഇനിയിപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറിന് എന്തുകൊണ്ട് ഇതൊരു നല്ല കാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതൊരു കോമ്പാക്ട് ഫോർമാറ്റിലുള്ള ഒരു ട്രാവലിങ്ങിനും സിറ്റിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ് വേരിയൻ കാറാണ്. എഗെയിൻ ഈ പറയുന്ന പോലെ കോമ്പാക്ട് SUV എന്താണോ പറയുന്നത് അതിന് 100% ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാറായിട്ടാണ് തോന്നുന്നത്. എനിക്ക് കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫോർ കപ്പിൾ ഓഫ് റീസൺ. എന്നെപ്പോലെ ഒരാൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിൻ്റെ ലുക്സാണ്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലുക്സാണ്. അതുമാത്രമല്ല എനിക്കും കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നല്ല കംഫർട്ടബിളാണ്. നല്ല ഡ്രൈവേഴ്സ് ഫീഡ്ബാക്ക് ഉണ്ട് സ്റ്റിയറിംഗിൽ നിന്ന്. അതായത് ഒട്ടും പഴം പോലത്തെ സ്റ്റിയറിംഗും അല്ല, നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. സസ്പെൻഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്. അതായത് നല്ല രീതിയിൽ കോൺഫിഡൻസ് വരുന്നുണ്ട് ഹൈ സ്പീഡ് പോകുന്ന സമയത്തും. എന്ന് വെച്ച് ലോ സ്പീഡിൽ ഭയങ്കര ജേർക്കി ആയിട്ടുള്ള ഡ്രൈവോ അല്ല. എന്നാൽ എടുത്തെറിയുന്ന രീതിയിലുള്ള ബോഡി റോളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ കുറേ കൂടെ ഫീഡ്ബാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറിനോടാണ് ഞാനിപ്പോഴും ലീൻ അഗെയിൻസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഐ റിയലി ലൈക്ക് ദിസ് കാർ. പിന്നെ ഇൻ ജനറൽ ഈ ഒരു കാർ എന്തുകൊണ്ട് നിങ്ങൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ഒരു പ്രീമിയംനെസ് ആണ്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു കാറ് എനിക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കുറച്ച് മോഡിഫിക്കേഷൻസ്, അതായത് ടയറൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇവൻ ദോ ഇറ്റ്സ് ഇല്ലീഗൽ ഞാൻ പറയാം, ഒന്ന് ടയർ ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം മാരക ലുക്കായിരിക്കും കാണാൻ. അപ്പോൾ ഒരു പ്രീമിയംനെസ് നമുക്ക് എല്ലാത്തിനകത്തും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റീരിയർ സ്റ്റിച്ചിങ് ആയാലും എല്ലാം. വണ്ടി ഒന്ന് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കണം. ഇത് ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം ഒബ്വിയസ്ലി ഡസ്റ്റ് ചെയ്യും, എല്ലാ കാറും ഡസ്റ്റ് ചെയ്യും. ഒരെണ്ണത്തിനകത്ത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ഒരെണ്ണത്തിനകത്ത് നമ്മൾ അറിയും. പിന്നെ ഇത് വാങ്ങാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഇതിൻ്റെ ഡ്രൈവേഴ്സ് ഫീഡ്ബാക്കുമാണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അത്രയാണ് നമ്മുടെ മഹീന്ദ്ര 3XOൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കോമൻറ്റ് ചെയ്യാം. ഇത് ഓൾറെഡി ഒരു വലിയ വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു കാർ എടുത്തൊരു സമയത്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. പിന്നെ ഈ ഒരു അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ മഹീന്ദ്ര ഹാപ്പി ആണെങ്കിൽ ഇനിയും വണ്ടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി ഏത് മഹീന്ദ്രേൻ്റെ വണ്ടിയാണ് നോക്കേണ്ടതെന്ന് പറയണം. XUV 700 നമ്മുടെ കയ്യിലുണ്ട്, അതെന്തായാലും വരും. ഇപ്പോൾ വേറെ ഏതെങ്കിലും മഹീന്ദ്ര കാർസ് നിങ്ങൾക്ക് ഫീച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് ഞാൻ മഹീന്ദ്രനോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന് വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെന്റ്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, ബൈ. പുട്ടുപോലെ